ചേലക്കര രമ്യ ഹരിദാസിന് ബാലികേറാമലയാകുമോ? ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഈ വർഷ അവസാനത്തോടുകൂടി ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വാഭാവികമായും എല്ലാ മുന്നണികളുടെ ഭാഗത്തു നിന്നും ഒരുക്കങ്ങളും തുടരുന്നുണ്ട് എന്നതും ഒരു വാസ്തവം തന്നെയാണ്. വയനാട്, ചേലക്കര, പാലക്കാട് എന്നീ 3 മണ്ഡലങ്ങളിലേക്കാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് പകരക്കാരിയായി എത്തുമ്പോൾ വലിയ മത്സരമുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. ആ പ്രിയങ്ക തരംഗം പാലക്കാടും ചേലക്കരയിലും അലയടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. പാലക്കാടിനെ സംബന്ധിച്ച് CPM വലിയൊരു തിരിച്ചുവരവിന് ശ്രമിക്കുന്നുമുണ്ട്. ചേലക്കര CPMന്റെ അഭിമാന മണ്ഡലമാണ്. ചേലക്കരയിലെ അഭിമാന പോരാട്ടത്തിന് UDFും CPMും തയ്യാറെടുക്കുമ്പോൾ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു BJP. സംഘടനാപരമായ പ്രവർത്തന മികവോടെ സമുദായ സംഘടനകളെ കൂടെ ചേർത്തുകൊണ്ടുള്ള BJPയുടെ മുന്നേറ്റം ഒരുപക്ഷെ അനുകൂല ഫലമാകാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് UDFനും CPMനും വെല്ലുവിളിയാകും. ഇനി ചേലക്കരയിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ 3 പതിറ്റാണ്ട് കാലമായി ചേലക്കര കോൺഗ്രസിന് ബാലികേറാമലയാണ്. 1996-ൽ K രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് വിജയിച്ച ശേഷം കോൺഗ്രസിന് ചേലക്കരയിൽ കാലുകുത്തേണ്ടി വന്നിട്ടില്ല. MP താമിയാണ് ചേലക്കരയിലെ അവസാനത്തെ കോൺഗ്രസ് MLA. അതിനു മുൻപ് MA കുട്ടപ്പനും KK ബാലകൃഷ്ണനും P കുഞ്ഞനുമൊക്കെ വിജയിച്ച മണ്ഡലം. 1982-ൽ CPMന്റെ CK ചക്രപാണി വിജയിച്ചതൊഴിച്ചാൽ മണ്ഡലം രൂപീകൃതമായ 1967 മുതൽ 96 വരെ കോൺഗ്രസിന്റെ കുത്തകയായിരുന്നു. എന്നാൽ അതേസമയം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിയെ അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ രമ്യയ്ക്ക് വിജയിക്കാമെന്നതാണ് സാഹചര്യം. അടിസ്ഥാനപരമായി കോൺഗ്രസിന് അടിത്തറയുള്ള മണ്ഡലമാണ് ചേലക്കര. അവിടെ ഇത്തവണ K രാധാകൃഷ്ണന് പകരം മറ്റൊരാൾ സ്ഥാനാർത്ഥിയാകുകയാണ്. അത് ചിലപ്പോൾ മുൻ MLA ആയ UR പ്രദീപ് അല്ലെങ്കിൽ മറ്റൊരാളാകാം. വനിത ആണെങ്കിൽ ഡോക്ടർ PK ജമീലയുമാകാം. കാലങ്ങളായി കൈവശം ഇരിക്കുന്ന ചേലക്കര കൈവിട്ടാൽ അതിന്റെ അപകടം CPMന് നന്നായി അറിയാം. അവിടെ നിന്നും ജയിച്ച് മന്ത്രിയായ ആളെ ലോക്സഭയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മണ്ഡലം UDFന് വിട്ടുകൊടുത്താൽ ഉണ്ടാകുന്ന തിരിച്ചടി അതികഠിനവുമായിരിക്കും. അത് ഇടതുപക്ഷത്തിന് നന്നായി അറിയാം. ആലത്തൂർ സീറ്റ് കഴിഞ്ഞ തവണ CPMൽ നിന്ന് പിടിച്ചെടുത്ത രമ്യ ഹരിദാസിന് മണ്ഡലം പരിചിതവുമാണ്. ബന്ധങ്ങൾക്കും കുറവില്ല. ചേലക്കരയിൽ ഇന്നത്തെ നിലയിൽ കോൺഗ്രസിന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. ഇനിയെങ്കിലും പാർട്ടിയും നേതൃത്വവും പറയുന്നത് അനുസരിക്കാൻ രമ്യ തയ്യാറായാൽ ചേലക്കരയിൽ വിജയം അസാധ്യമായിരിക്കുകയില്ല. മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്താനും രമ്യ ഹരിദാസ് തയ്യാറാകേണ്ടതുണ്ട്. പഴയ നിഴലുകൾ വീണ്ടും പിന്തുടർന്നാൽ ഫലം തിരിച്ചടിയാകും. ന്യൂനപക്ഷത്തെ പിണക്കിയ പഴയ ചില പിന്തുണ നിലപാടുകളും മാറ്റേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇത്തവണ ആലത്തൂരിൽ സംഭവിച്ചത് ചേലക്കരയിലും ആവർത്തിക്കും.